പഠിക്കുന്ന കുഞ്ഞുങ്ങളോ അല്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ വരും. അമ്മ ഇത്ര വിഷയത്തിൽ തോറ്റു, അല്ലെങ്കിൽ വർഷം തോറ്റു. അപ്പം അമ്മ വന്ന് കരയും, അമ്മ എൻ്റെ മോൻ തോറ്റുപോയി, അവനെ പഠിക്കത്തില്ലെന്ന് പറയുകയാണ്, താഴത്തെ കുട്ടിയുടെ കൂടെ എനിക്കിരിക്കാൻ വയ്യ എന്ന് പറയുകയാണ്. അപ്പോൾ അമ്മ കുറേ ഉപദേശിച്ച് ചില മക്കൾക്ക് ട്യൂഷൻ കൊടുക്കാനുള്ള ആളെ വെച്ച് കഴിഞ്ഞു. അവരൊക്കെ പഠിക്കാൻ തുടങ്ങി. അതിലൊരു 2% കുഞ്ഞുങ്ങൾ എന്ത് പറഞ്ഞിട്ടും മാറ്റമില്ല, ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾ പഠിക്കുന്നില്ല. അങ്ങനെ പഠിച്ച കുഞ്ഞുങ്ങൾ ഇന്ന് വലിയ സയൻറ്റിസ്റ്റൊക്കെ ആയിരിക്കുന്നുണ്ട്. ഈ പഠിക്കാത്ത കുഞ്ഞുങ്ങൾ ഡ്രൈവറായും ട്രക്കായും വാച്ച്മാനും ആയിരിക്കുന്നു. അപ്പോൾ ഭൂതകാലം ഭാവിയും നമ്മുടെ വർത്തമാനത്തിലിരിക്കുകയാണ്. ഭൂതകാലത്തെ പരാജയം വർത്തമാനത്തെ ശ്രദ്ധിച്ച് പഠിച്ചപ്പോൾ ഭാവിയിലേക്കുള്ള വിജയം വന്നു. ഭൂതവും ഭാവിയും വർത്തമാനത്തിലിരിക്കുകയാണ്, ഈ നിമിഷത്തിലാണ്. അപ്പോൾ ഈ നിമിഷത്തിൽ നല്ല കർമ്മം ചെയ്യുക. ഈ സമയം പോകുന്നത് കിട്ടിയില്ല, സ്വത്ത് പോയാലും പിന്നെ ഉണ്ടാക്കാം. അത് കളയരുത്. ഒരു പാവത്തിൽ നമ്മൾ ചിട്ടയായിട്ട് എടുക്കണം.